വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറി ആദ്യ മാസം പിന്നിടുമ്പോൾ ജനകീയ ആവശ്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞത് നല്ല കാര്യമെന്ന് സണ്ണി എം കപ്പിക്കാട്. കേരളയിലും ആശാസമരത്തിലും ജനകീയ നിലപാടാണ് സ്വീകരിച്ചത്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും ഗുണകരമായി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും സണ്ണി എം കപ്പിക്കാട് 24-നോട് പറഞ്ഞു. 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ചില സവിശേഷമായ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിലെ ആശാ വർക്കേഴ്സ് നടത്തിയ സമരത്തിന് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അവർ അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി കേരളത്തിനെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേരളയിൽ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന ധീരമായൊരു പ്രഖ്യാപനം വി.ഡി. സതീശൻ്റെ ഗവൺമെൻറ് നടത്തി. കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്ന് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് എല്ലാ തരത്തിലും ഉൾപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിലൂടെ വളരെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയ ഗുണം കിട്ടുന്നൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വരുമാനമുണ്ടാക്കുന്നതിനും കൂടുതൽ റിസോഴ്സസ് കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിന് കഴിയേണ്ടതുണ്ട്. ഗവൺമെൻറ്റിന് അത് ബോധ്യമുണ്ട് എന്നുള്ള തരത്തിലൊരു പ്രഖ്യാപനമാണ് ഈ ധവളപത്രത്തിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.